ബെൽത്തങ്ങാടിക്ക് അടുത്തുള്ള ധർമ്മസ്ഥല, അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2021 ഒരു പെൺകുട്ടി 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയായിരുന്നു. ഒരു CBI അന്വേഷണം നടന്നിരുന്നു. പക്ഷേ CBI ഏറ്റവും അവസാന അന്വേഷണത്തിൽ ഈ കുറ്റവാളിയെ എക്സോണറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് 2021 അവിടെ നടന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ 2021 നടക്കുന്ന പ്രൊട്ടസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് കാണാതായ ആളുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ്. ആ കാണാതായ ആളുകളുടെ എണ്ണം ചെറുതല്ല. അത് ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രദേശത്ത് നിന്ന് കാണാതായ പെൺകുട്ടികളെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ളതാണ്. ഈ കാണാതായ പെൺകുട്ടികളിവിടെ പോയി. പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്, അതിന് പോലീസ് കേസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് വരുന്നൊരു പ്രശ്നമല്ല. മുമ്പേ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉയർന്നു വന്ന വിവാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇയാൾ ജോലി ചെയ്ത ആ വർഷങ്ങളിൽ 95 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ 100 കണക്കിന് എത്ര എണ്ണം പോലും അറിയില്ല പേരെ റേപ്പ് ചെയ്യപ്പെട്ട, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളെ ഞാൻ ക്ഷേത്രം അധികൃതരുടെ നിർബന്ധത്താൽ മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ഇയാളത് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ചില ശവശരീര അവശിഷ്ടങ്ങൾ അവർ കണ്ടെടുത്തിട്ടുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കർണാടക വനിതാ കമ്മീഷൻ ഇന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും അത് മുഴുവനും ഈ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അതെന്തോ ക്ഷേത്രത്തിലെ ആളുകൾ ചെയ്യുന്നതാണ്, ക്ഷേത്രത്തിലെ പൂജാരിമാർ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അവിടെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കുടുംബമുണ്ട്. അത് വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന, ഇപ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗമാണെന്ന് തോന്നുന്നു. 2022 അദ്ദേഹത്തെ മോദി സർക്കാർ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ രാജ്യസഭാംഗമായ അദ്ദേഹത്തിനെതിരെ ഞാൻ മുമ്പ് പറഞ്ഞ 2021 ആ കേസിൽ അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം. അതായത് ഇത്തരം കുറ്റവാളികളെ കവറപ്പ് ചെയ്യുന്നത് ഇയാളാണ് എന്നായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ആരോപണം. വളരെ പവർഫുള്ളായിട്ടുള്ള അദ്ദേഹം ഒരു ജൈന മതവിശ്വാസിയാണ്. പക്ഷേ ഒരു ഹിന്ദു ടെമ്പിളിൻ്റെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു പദവിയാണ്, അതിൻ്റെ രക്ഷാധികാരിയാണ് ക്ഷേത്രത്തിൻ്റെ. അദ്ദേഹമാണത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് അന്ന് ആരോപണം ഉയർന്നിരുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രധാന പ്രശ്നം ഈ കാണാതെ പോയ പെൺകുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നൊരു അന്വേഷണം. അതായത് ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയധികം ആളുകൾ കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ, അത് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ കർണാടക പോലൊരു സ്ഥലത്ത് സാധാരണ രീതിയിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 2005 മുതൽ 2007 വരെ കർണാടകയിൽ നിന്ന് 21,000 പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് എന്നൊരു കേസ് കർണാടക ഹൈക്കോടതിയിൽ വന്നിരുന്നു. ആ കേസ് എന്താണെന്ന് വെച്ചാൽ സിൽജ റാണി എന്നു പേരുള്ള ഒരു പെൺകുട്ടി മിസ്സായി. അപ്പോൾ മിസ്സായപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ചു. ഇത് ലവ് ജിഹാദാണ്. അതായത് ലവ് ജിഹാദ് ആരോപണം കത്തിയിരുന്ന സമയമാണത്. 2007 ആദ്യത്തെ കേസുമാണത്. ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ലവ് ജിഹാദ് സംബന്ധിച്ച്. എൻ്റെ മകളെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി, അത് ലവ് ജിഹാദാണ്, അത് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? ഇത് വലിയ ഗൗരവമുള്ള കേസാണ്, കർണാടകയിൽ ഇങ്ങനെ കാണാതായ പെൺകുട്ടികളെ കുറിച്ച് മുഴുവൻ റിപ്പോർട്ടും വേണമെന്ന് പറയുന്നു. പോലീസ് കൊടുക്കുന്നു. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 2005 മുതൽ 2007 വരെ വെറും 2 വർഷം കൊണ്ട് കർണാടകയിൽ മാത്രം കാണാതെ 21,000 പെൺകുട്ടികളാണ്. ഈ കർണാടക പോലീസിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് അതിൽ 268 പേര് ഞങ്ങൾ കണ്ടെത്തി. 21,000 പേരിൽ 268 പേരെ കണ്ടെത്തി. അവരങ്ങനെ കുറച്ച് പേരെന്തോ കല്യാണം കഴിക്കാൻ മതം മാറി, കുറച്ച് പേര് മതം മാറാതെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. ലവ് ജിഹാദ് ഇല്ല, ഇതായിരുന്നു എൻ്റെ കാര്യം. അത് ലവ് ജിഹാദിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ ഈ 21,000 പേരിൽ 268 പേർ ഒഴികെയുള്ള ബാക്കി ആളുകളെവിടെ? അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ കർണാടകയിൽ പ്രവർത്തിക്കുന്ന, സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന NGOകളുടെ ഒരു പഠനപ്രകാരം ഇങ്ങനെ മിസ്സിംഗ് ആവുന്ന പെൺകുട്ടികൾ കൂടുതലും ബ്രോത്തൽസിലേക്ക് പോവുകയാണ്. വേശ്യാവൃത്തിക്ക് വേണ്ടി, വിമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് ചിലർ ബോംബെയിലേക്ക് കടത്തുന്നു, ചിലർ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലേക്ക് കടത്തുന്നു. അങ്ങനെ കർണാടകയിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ ആ അർത്ഥത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എന്നാലും അവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിന് പെൺകുട്ടികൾ മിസ്സിംഗ് കേസുകൾ കർണാടകയിലുണ്ട്. അപ്പോൾ അതൊരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ്. അവിടെയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു ആരോപണം വരുന്നത്. ഞാൻ പറയുന്നത് അതിൻ്റെ വ്യാപ്തി വലുതായിരിക്കും എന്നാണ്. ധർമ്മസ്ഥലയിൽ മാത്രമല്ല, കർണാടക ഒട്ടും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനമായി കാണേണ്ടി വരും. ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതിൽ കേരളത്തിലേക്കും കണക്ഷൻ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് മേഖലയിൽ നമ്മുടെ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്ന വാർത്ത കൊണ്ട് അത് കൂടുതൽ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണിത്. ഇതിന് കേരളത്തിലേക്ക് കൂടി ഇതിന് വ്യാപ്തിയുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതാണ്.